കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം. അവതരണം ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ. അല്പമെങ്കിലും പഴം അവർക്ക് നൽകേണ്ടി വരും. ആൺമക്കൾ ഏറെ നേരം തലപുകഞ്ഞാലോചിച്ചു. അവസാനം അവരിൽ ഒരാൾ ഒരു മാർഗം
കഥകൾ കുട്ടികൾക്കെന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു കഥയാണിത്. പണ്ട് ഈ അതിരുകളും മതിലുകളും ഒന്നുമില്ലായിരുന്നു അല്ലേ? പണ്ട് 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 മനുഷ്യർ അതിർത്തികളൊക്കെ നിശ്ചയിച്ച് കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഭൂമി ഒരു വലിയ തോട്ടമായിരുന്നു. മനുഷ്യരും മൃഗങ്ങളും എല്ലാം യഥേഷ്ടം സഞ്ചരിച്ച് അവർക്കാവശ്യമുള്ളതൊക്കെ ഭക്ഷിച്ച് ജീവിച്ചിരുന്നൊരു കാലം. വിശപ്പ് തോന്നുമ്പോൾ ഭക്ഷിക്കുക, അതായിരുന്നു അന്നത്തെ ധർമ്മം. കൂട്ടിവെക്കലില്ല, വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കലില്ല. അന്നെന്നുള്ള അപ്പം അവിടെ നിന്നൊക്കെ മനുഷ്യൻ സഞ്ചരിച്ച് ഇന്നെവിടെ എത്തി നിൽക്കുന്നു? രാജ്യങ്ങളും അതിർത്തികളും സംസ്ഥാനങ്ങളും അതിൽ തന്നെ അല്ലേ എല്ലാവർക്കും ഇന്ന ഭാഗം കുഞ്ഞു കുഞ്ഞ് സ്ഥലങ്ങൾ മതിൽ കെട്ടി തിരിച്ച് അതിൽ വസിക്കുന്നു മനുഷ്യർ. കൃഷിഭൂമിയുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. മൃഗങ്ങൾ കൊണ്ടോ അതിരുകളും വരമ്പുകളുമൊക്കെ അറിയുന്നു. അവർ ചിലപ്പോൾ മനുഷ്യരുടെ ഭൂമിയാണെന്നറിയാതെ, ഇത് മനുഷ്യർ വസിക്കുന്ന സ്ഥലമാണെന്നറിയാതെ കടന്നു കയറി വന്ന് മനുഷ്യരുടെ വളർത്തുമൃഗങ്ങളെയും അല്ലെങ്കിൽ മനുഷ്യരെ തന്നെയൊക്കെ ആക്രമിക്കുന്ന ഒരു കാലം കൂടിയാണിത്. അതവർക്കറിയില്ല. ആ ഒരു ബോധ്യം ചിലപ്പോൾ അവർക്ക് കാണില്ല. മനുഷ്യർ ബഹളം വെക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഉച്ചത്തിൽ അവരെ ഓട്ടിക്കുമ്പോഴാണ്, ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി പടക്കമെറിഞ്ഞ് അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചവരെ തുരത്തുമ്പോഴാണ് അവരറിയുന്നത് അവർക്ക് കടക്കാൻ പറ്റാത്ത പ്രദേശമാണ്, മനുഷ്യർ വസിക്കുന്ന സ്ഥലമാണെന്നൊക്കെ. ഇന്ന് അതാണ് അവസ്ഥ. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. പണ്ട് നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്ന പല മൃഗങ്ങളും അപ്രത്യക്ഷമായി. ഇന്ന് അവശേഷിക്കുന്ന കുറേ മൃഗങ്ങളും ജന്തുക്കളും ഒക്കെ ഉള്ളൂ. പക്ഷേ പഴയതിൻ്റെ തിരുശേഷിപ്പുകൾ പലപ്പോഴും മേൽമണ്ണ് മാറുമ്പോൾ തെളിഞ്ഞും വെളിവായുമൊക്കെ പുറത്തു വരാറുണ്ട്. മധ്യപ്രദേശിലെ നർമ്മദ താഴ്വരയിൽ ദിനോസർ കൂടുകളും സസ്യപുക്കായ ടൈറ്റനോസറുകളുടെ 256 മുട്ടകളും അടങ്ങുന്ന അപൂർവ ശേഖരം കണ്ടെത്തിയതായി ഫോസിൽ ഗവേഷകർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ അറിയിച്ചിരുന്നു. ആ വാർത്താ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. നമ്മളിൽ പലരും അത് വായിച്ചു കാണും. അതായത് വലിയ ഭീമാകരമായ ഈ ജന്തുക്കൾ ഭൂമിയിൽ യഥേഷ്ടം അലഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മൾ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അതിൻ്റെ രൂപങ്ങൾ കണ്ടതാണ്. മനുഷ്യൻ്റെ ഭാവനയിൽ അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് നാം രൂപപ്പെടുത്തിയെടുത്ത, അല്ലെങ്കിൽ നമ്മുടെ ഭാവന കൊണ്ട് നാം മനസ്സിലാക്കിയ രൂപങ്ങളൊക്കെ വെച്ച് ആ സിനിമയിൽ ഈ ജന്തുക്കളൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. വെള്ളിത്തിരയിൽ നമ്മൾ എത്രയോ തവണ കണ്ട് ആസ്വദിച്ചതാണ് ഈ ഭീമാകാരമായ ജീവികളുടെ അലർച്ചയും കൊലവിളിയും ഓട്ടവും എല്ലാം. ആ ജന്തുക്കളെ ആസ്പദമാക്കിയുള്ള സിനിമകൾ വരെ ഇറങ്ങി. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ ആസ്വദിച്ചതാണ്. അതൊന്നും മിഥ്യയല്ല, സത്യമാണ്. ആ വലിയ ഭീമാകാരമായ ജന്തുക്കളുടെ എല്ലിൻ അവശിഷ്ടങ്ങളൊക്കെ സ്കെൽറ്റൻ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പലതും ഖനനം ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെ ഈ വാർത്തയിലും നമ്മൾ കേട്ടത്, വായിച്ചത്. അപ്പോൾ ഇന്ത്യയിലും ഒരു കാലത്ത് അവർ യഥേഷ്ടം ജീവിച്ചിരുന്നു. അതിൻ്റെ തെളിവുകളാണിപ്പോൾ പൊങ്ങി വരുന്നത്. മധ്യപ്രദേശിലെ താർ ജില്ലയിലെ ബാഗ് കുക്ഷി പ്രദേശങ്ങളിൽ ഒന്നിലധികം കോശങ്ങളുള്ള മുട്ടകളും കണ്ടെത്തിയതായി ഡൽഹി യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, കൊൽക്കത്ത, ഭോപ്പാൽ എന്നിവയിൽ നിന്നുള്ള ഗവേഷകർ അറിയിച്ചു. കൂടുകളിലും മുട്ടകളിലും നടത്തിയ പഠനത്തിൽ നിന്നും 66 ദശലക്ഷം വർഷം മുമ്പ് ജീവിച്ച നീണ്ട കഴുത്തുള്ള സൗരോപോഡുകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നർമ്മദ താഴ്വരയിൽ കണ്ടെത്തിയ കൂടുകൾ പരസ്പരം അടുത്ത് കിടക്കുന്നതാണെന്നും ഗവേഷകർ പറഞ്ഞു. 15 മുതൽ 17 സെന്റിമീറ്റർ വരെ വ്യാസമുള്ള മുട്ടകൾ ടൈറ്റനോസർ ഇനങ്ങളിൽപ്പെട്ടതായിരിക്കുമെന്നാണ് അനുമാനം. ഓരോ കൂട്ടിലും
നിങ്ങൾ ഇതുവരെ കേട്ടത് കഥാസാഗരം. അവതരണം ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.